സത്യസന്ധനായ പോലീസ്. രവീഷ് സൂര്യനഗർ ചേരിയിലാണ് താമസിക്കുന്നത്. രവീഷിന്റെ ബാല്യകാലം ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലുമായിരുന്നു. അവന്റെ അച്ഛൻ അവന് നന്നേ ചെറുപ്പത്തിൽ തന്നെ സത്യസന്ധമായി ജീവിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പഠിപ്പിച്ചു. അച്ഛന്റെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് അവൻ പരീക്ഷകളിൽ നല്ല മാർക്കോടെ വിജയിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രവീഷ് ഒരു പോലീസ് ഓഫീസറാകാൻ തീരുമാനിച്ചു. തന്റെയും തന്റെ അച്ഛന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു. പോലീസ് ഓഫീസറാകാൻ അവൻ കഠിനമായി പഠിച്ചു. അവന്റെ പ്രയത്നത്തിന്റെ ഫലമായി പെട്ടെന്ന് തന്നെ അവൻ സബ് ഇൻസ്പെക്ടറായി ജോലി നേടി. പക്ഷേ അവന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ മരണത്തിനു ശേഷം രവീഷ് ലോകത്തിൽ ഒറ്റപ്പെട്ടുപോയി. അച്ഛൻ പോയ ശേഷവും അച്ഛൻ പഠിപ്പിച്ച സ്വഭാവ ഗുണങ്ങളൊക്കെ അവൻ മനസ്സിൽ സൂക്ഷിച്ചു. തന്റെ ഉദ്യോഗം ഒരു കാലത്തും ദുരുപയോഗം ചെയ്യില്ല എന്നും സത്യസന്ധമായി തന്നെ ജീവിക്കുമെന്നും അവൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം രവീഷ് ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്തു. രവീഷിന് ഒരു മകനുണ്ടായി. അവനെയും സത്യസന്ധനായ പോലീസ് ഓഫീസർ ആക്കണമെന്നായിരുന്നു രവീഷിന്റെ ആഗ്രഹം. രവീഷിന്റെ മകൻ അമൻ മഹാവികൃതിയും അടക്കമില്ലാത്തവനുമായിരുന്നു. അച്ഛൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അഹങ്കാരിയായി തീർന്ന അമൻ മറ്റുള്ള കുട്ടികളെ ശല്യപ്പെടുത്തിയിരുന്നു. മഹാവികൃതിയായിരുന്ന അമൻ 10ാം ക്ലാസ് എത്തിയപ്പോഴേക്കും ഒരു റൗഡിയായി തന്നെ മാറി. ഒരു ദിവസം, എടാ സൗരഭ്, എക്സ്പെൻസീവ് ആയ ടാബ്ലറ്റ് എടുത്തിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? താ എൻ്റെ അടുത്താ അത്. നീ എന്താണ് ഈ പറയുന്നത്? ഈ ടാബ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാ. നീ ആരാടാ എൻ്റെ ടാബ് ചോദിക്കാൻ? സൗരഭിന്റെ വാക്കുകൾ കേട്ട് അമന് ദേഷ്യം വന്നു. അവൻ സൗരഭിനെ തള്ളിയിട്ടു. എന്ത് തർക്കുത്തരം പറയുന്നോ? എൻ്റെ അച്ഛൻ ആരാ നിനക്കറിയോ? രാത്രിയോട് രാത്രി നിന്നെ ഇല്ലാതാക്കി കളയും. ഈ ടാബ്ലറ്റ് നീ ഇനി ഉപയോഗിക്കില്ലടാ. അമ്മൻ, ആ ടാബ്ലറ്റ് എനിക്ക് തിരിച്ചു താടാ. എൻ്റെ അച്ഛൻ ഞാൻ പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നതാണ്. അമൻ വാശിയോടെ ആ ടാബ്ലറ്റ് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. ഇതാ നിന്റെ ടാബ്ലറ്റ്. അമൻ, നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാൻ പ്രിൻസിപ്പലിനോട് പറയാൻ പോവാ. സൗരഭ് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി പരാതി കൊടുത്തു. ഈ അമ്മന്റെ ശല്യം കൂടി വരികയാണല്ലോ. ദിവസവും ആരെങ്കിലും ഒരാള് ആ അമ്മനെ കുറിച്ചുള്ള പരാതിയായിട്ടാണ് എന്റെ റൂമിലേക്ക് വരുന്നത്. എനിക്ക് മതിയായി. ഇന്ന് ഞാൻ അമ്മന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. പ്രിൻസിപ്പൽ രവീഷിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. രവീഷ് സാറേ, നിങ്ങൾ അമ്മനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ സ്കൂളിൽ സ്ഥിരമായി മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്നു. അച്ഛൻ പോലീസ് ഓഫീസറാന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുകയാണ്. ഇന്നലെ അവന്റെ ക്ലാസ്മേറ്റിന്റെ എക്സ്പെൻസീവ് ടാബ്ലറ്റ് താഴെ എറിഞ്ഞ് പൊട്ടിച്ചു. സൗരഭ് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പൈസ ശേഖരിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ് അവൻ ആ ടാബ്ലറ്റ്. പക്ഷേ അവന്റെ ദേഷ്യം കൊണ്ട് ഒരു നിമിഷത്തിൽ ആ ടാബ്ലറ്റ് പൊട്ടിച്ചു. ഇത് അവന്റെ അവസാനത്തെ വാർണിംഗ് ആണ്. അവന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കേണ്ടി വരും. സാറേ, എൻ്റെ മകന് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ അമൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ സൗരഭിന് ഒരു പുതിയ ടാബ്ലറ്റ് ഞാൻ മേടിച്ചു കൊടുക്കാം. പ്രിൻസിപ്പൽ അമ്മനെ കുറിച്ച് പറഞ്ഞത് കേട്ട് രവീഷ് മാനസികമായി വിഷമിച്ചു. അയാൾ ഇതേവരയ്ക്കും തന്റെ പദവിയെയോ അധികാരത്തെയോ ആരുടെ മേലും ദുരുപയോഗം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ രവീഷിന്റെ മകൻ സ്വഭാവത്തിൽ രവീഷിന് എതിരായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ രവീഷ് വളരെ ദുഃഖിതനായിരുന്നു. അയാൾ വീട്ടിലെത്തി. അമൻ, ഞാൻ നിനക്ക് ഈ വീട്ടിൽ എന്ത് കുറവാണ് വെച്ചിട്ടുള്ളത്? നീ എന്തിനാ നിന്റെ കൂട്ടുകാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ എന്താ ഗുണ്ടയാണോ? ഒരു പോലീസ് ഓഫീസറുടെ മകനായതുകൊണ്ട് തന്നെ നീ മറ്റുള്ളവരോട് കൂടുതൽ നന്മയോട് പെരുമാറണമായിരുന്നു. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും ചീത്തപ്പേര് വാങ്ങിച്ചു കൊടുക്കരുത്. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, നശിപ്പിക്കരുത്. അച്ഛന്റെ വാക്കുകൾ കേട്ട അമൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് വാക്കുകൊടുത്തു. ഇനി ഒരിക്കലും മറ്റുള്ളവരെ ശല്യം ചെയ്യില്ലെന്നും അച്ഛന് അപമാനകരമായി ഒരു കാര്യവും ചെയ്യില്ലെന്നും അവൻ വാക്കുകൊടുത്തു. വർഷങ്ങൾ കടന്നുപോയി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അമനും അച്ഛനെ പോലെ തന്നെ ഒരു പോലീസ് ഓഫീസറായി ജോലിയിൽ കയറി. അമൻ ജോലിയിൽ കയറി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവന്റെ അച്ഛൻ രവീഷിന് ഒരു കോൾ വന്നു. ഇത് ഇൻസ്പെക്ടർ രവീഷിന്റെ നമ്പർ അല്ലേ? അതെ, ഇത് ഇൻസ്പെക്ടർ രവീഷാണ് സംസാരിക്കുന്നത്. ഇതാരാണ്? നിങ്ങളുടെ മകന്റെ ജീവന് ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്ത് തോന്നിയവാസാ താൻ പറയുന്നത്? ആരാടാ നീ? എവിടെയാണ് എൻ്റെ മകൻ? നിങ്ങൾ അവന് എന്താ ചെയ്തത്? ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നീ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അവനെ കൊത്തി അരിഞ്ഞ് നിന്റെ വീട്ടിലെത്തിക്കും. മനസ്സിലായോ? ആരാണ് നിങ്ങൾ? എന്താ വേണ്ടത്?
എന്റെ മകൻ എന്തിനാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്? എന്റെ മകനും ഒരു പോലീസ് ഓഫീസറാണെന്ന് നിനക്കറിയോ? അറിയാം നിന്റെ മോനൊരു പോലീസ് ഓഫീസറാണെന്നല്ല എനിക്കറിയാം. ഈ സത്യസന്ധത പറഞ്ഞു നടക്കുന്ന കുറേ പോലീസുകാരന്മാരെ ഞാനും കണ്ടതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നിനക്ക് നിന്റെ മകനെ ജീവനോടെ വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത കോളിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞ അജ്ഞാതൻ ഫോൺ കട്ട് ചെയ്തു. ഇയാൾ ആരാണ്? എന്താണ് ഇയാൾ പറയാൻ വരുന്നത്? എന്റെ മകനൊന്നും സംഭവിക്കാൻ പാടില്ല. രവീഷ് വളരെയധികം പരിഭ്രാന്തനായിരുന്നു. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ഫോൺ വീണ്ടും അടിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ, മകനെ രക്ഷിക്കണോ അല്ലെങ്കിൽ? നോക്കൂ, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ മകനെ എന്തിനാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്? ഞാൻ 1 രൂപ കൂടെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഓഫീസറാണ്. ഞാനൊരു സ്ട്രിക്റ്റ് ആയ പോലീസ് ഓഫീസറാണ്. ആരാണ് നീ? നിനക്ക് എന്താ വേണ്ടത്? പറ. ഇൻസ്പെക്ടറെ, ഈ ഇമോഷണൽ ഡ്രാമയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, മനസ്സിലായോ? ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടീഷൻ, നിന്റെ മകനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നതിനെക്കുറിച്ച് നിന്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റെ അറിയിക്കരുത്. പിന്നെ നിന്റെ മകൻ്റെ മുഖം നീ ഒരിക്കലും ഈ ജീവിതത്തിൽ കാണില്ല. പിന്നെ താനൊരു സാധാരണ പോലീസ് ഓഫീസർ അല്ലല്ലോ. എനിക്കറിയാം താൻ നാർക്കോട്ടിക്സിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ ആയ കാര്യം. ഇതുപോലത്തെ ന്യൂസ് ആദ്യം എത്തുന്നത് ഞങ്ങളുടെ അടുത്താണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ ഡ്രഗ് റെയ്ഡിൽ കുറേ ഡ്രഗ്സ് പിടിച്ചില്ലേ? ആ ഡ്രഗ്സും എടുത്ത് പടിഞ്ഞാറേ കുന്നിൻ്റെ അടുത്ത് വാ. നിങ്ങളുടെ മകനെ ജീവനോടെ തിരിച്ചേൽപ്പിക്കാം. ഡ്രഗ്സ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന നിമിഷം നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. നീ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ പിടിച്ചത് ഡേഞ്ചറസ് ആയ ഡ്രഗ്സ് ആണ്. സമൂഹ വിരോധമായ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ആ ഡ്രഗ്സ് തിരിച്ചു തരില്ല. നല്ലോണം ആലോചിച്ചോ സാറേ. ഞങ്ങളുടെ സാധനം നിങ്ങൾ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊല്ലാനും ഞങ്ങൾ മടിക്കില്ല. നോക്കൂ, ആ ഡ്രഗ്സ് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കത് ആക്സസ് ചെയ്യാൻ ഓത്തറൈസേഷൻ ഇനിയില്ല. നിന്റെ മകനെ തന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്നു. അപ്പം തന്നെ നീ മനസ്സിലാക്കണ്ടേ, നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്കെല്ലാം അറിയാം. സംസാരിച്ച് സമയം കളയല്ലേ ഇൻസ്പെക്ടറെ. നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറ് മലയിൻ്റെ അടുത്ത് ഡ്രഗ്സ് കൊണ്ട് വന്നില്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ മകൻ്റെ ശവം ഞങ്ങൾ പാർസൽ ചെയ്ത് നിന്റെ വീട്ടിലേക്ക് അയക്കും. ഇത്രയും പറഞ്ഞ ശേഷം ആ അജ്ഞാതൻ ഫോൺ കട്ട് ചെയ്തു. സത്യസന്ധനായ രവീഷിന് തന്റെ മകന്റെ ജീവിതം ഒരു സമസ്യയായി മാറി. 30 വർഷക്കാലത്തെ തന്റെ സത്യസന്ധമായ ഉദ്യോഗ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ അയാൾ തയ്യാറല്ലായിരുന്നു. അയാളുടെ മനസാക്ഷി കള്ളത്തരം ചെയ്യാൻ അയാളെ സമ്മതിച്ചില്ല. കുറച്ചുനേരം തീവ്രമായി ആലോചിച്ച ശേഷം ഒരു പ്ലാൻ ഉണ്ടാക്കിയ രവീഷ് ഫോണിൽ ആരെയോ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം 7 മണിക്ക് രവീഷ് ഒരു കറുത്ത ബാഗുമായി പടിഞ്ഞാറെ കുന്നിലേക്ക് കാർ ഓടിച്ചു പോയി. അജ്ഞാതൻ പറഞ്ഞതുപോലെ തന്നെ ആ കറുത്ത ബാഗ് ആ ആലിന്റെ ചുവട്ടിൽ വെച്ച് തിരികെ നടന്ന് തന്റെ കാറിൽ കയറി കാത്തിരിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ദൂരെ നിന്നും അയാളുടെ മകൻ അയാളുടെ അടുത്തേക്ക് ഓടി വരുന്നത് അയാൾ കണ്ടു. രവീഷിന്റെ മൊബൈൽ അടിക്കാൻ തുടങ്ങി. രവീഷ് സാറേ, നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്ത് എത്തിയല്ലേ? ഇനി നിങ്ങൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോ. എന്റെ മകനെ നിങ്ങൾ തിരിച്ചേൽപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. രവീഷ് തന്റെ ജീപ്പ് മുമ്പോട്ടെടുത്തു. അതിനുശേഷം തന്റെ സുഹൃത്തായ ശർമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടു. അച്ഛാ, നിങ്ങൾ എന്താ ചെയ്തത്? അച്ഛൻ ബാഗിൽ ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗിലുള്ള ഡ്രഗ്സ് ഫേക്ക് ആണല്ലേ? എന്റെ ജീവനെ കുറിച്ച് അച്ഛനൊന്നും ഓർത്തില്ലല്ലേ? അവന്മാർ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? ഒമൻ, ഞാൻ കരുതലോടെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ നിന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ ഇവിടെ വന്നത്. 30 വർഷത്തെ അനുഭവം ഉണ്ടടാ മോനെ എനിക്ക്. നീ വിഷമിക്കണ്ട, നീ 100% സേഫ് ആണ്. അച്ഛന്റെ വാക്കുകൾ കേട്ട അമൻ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ തന്റെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രവീഷ് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുത്തു. സാറേ, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. ആ ബാഗ് തുടരുത്. ബാഗിൽ ചിപ്പുണ്ട്. ഒമൻ, നീ ഇത് ആർക്കാ അയക്കുന്നത്? ഏത് പ്ലാനാണ് ഫെയിലായത്? അച്ഛാ, അതൊന്ന് നീ എന്താ പറയാൻ വരുന്നത് ഞാൻ പറയട്ടെ. നീയാണ് എൻ്റെ സൂത്രധാരനെന്ന്. ഞാൻ 50 കോടിയുടെ ഡ്രഗ്സ് പിടിച്ച കാര്യം നീ മനസ്സിലാക്കി. ആ ഡ്രഗ്സ് നിന്റെ പക്കൽ കൊണ്ടുവരാനല്ലേ നീ ഇത്ര ഡ്രാമ അടിച്ചത്? പറയൂ ഇൻസ്പെക്ടർ അമൻ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിങ്ങളെ പോലെ സത്യസന്ധനാവണ്ട. ജീവിതം മുഴുവൻ ഒരു ദരിദ്രനായി സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ എനിക്ക് മനസ്സില്ല അച്ഛാ. എനിക്ക് സുഖമായി ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് നഷ്ടം വരാനാ ആ ഡ്രഗ്സ് അവന്മാരുടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ? ഒമൻ, ഞാൻ ഇതുവരെയ്ക്കും സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഈ റിട്ടയർമെന്റ് കാലത്ത് ഈ നീച പ്രവൃത്തി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ സൽപ്പേര് കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിന്റെ പ്ലാനൊക്കെ കൊള്ളാമായിരുന്നു. നീ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത പൈസയായിരുന്നു നിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സൈബർ ക്രൈം ടീം നിന്റെ ട്രാൻസാക്ഷന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് മെയിലിൽ അയച്ചു തന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ സംശയം ബലപ്പെട്ടു തുടങ്ങിയത്. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട നിനക്ക് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞത്?
അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇതിൻ്റെ പിന്നിലെ കറുത്ത കൈകൾ നിന്റേതാണെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഈ പ്ലാൻ ഇടാൻ തുടങ്ങി. ദി ഗെയിം ഇസ് ഓവർ നൗ. യു ആർ അണ്ടർ അറസ്റ്റ്. അച്ഛൻ്റെ മകനെയാണോ അച്ഛൻ അറസ്റ്റ് ചെയ്യുന്നത്? അച്ഛൻ്റെ മനസാക്ഷിയോട് എന്തു പറയും? എൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ എന്നും സത്യസന്ധനാണ്. നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത്രയും പറഞ്ഞ ശേഷം രവീഷ് അമന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോയി. തന്റെ മകനെ ജയിലിന്റെ ഉള്ളിൽ കണ്ടിട്ട് പോലും ആ സത്യസന്ധനായ ഓഫീസർ പതറിയില്ല. അയാൾ സത്യസന്ധതയോടെ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരു റോൾ മോഡലായി മാറി.